ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടും നിങ്ങൾക്ക്. അങ്ങനെ നയന ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുകയാണ് കേട്ടോ അനാമികനെ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവൻ എന്നെ കാണാണ്ട് അന്ന് നേരെ പോയത് അവളെ കാണാൻ വേണ്ടിയിട്ടാണ്, അതും കള്ളം പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ നയന വീണ്ടും പറയുകയാണ്, അതൊരു ബെസ്റ്റ് ഫ്രണ്ടിനോട് കല്യാണം എങ്ങനെ നീട്ടി വെക്കാമെന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം, നിനക്കെന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അനാമിക എന്നിട്ട് ഒരു രീതിയിലങ്ങ് ആശ്വസിച്ച് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്ന അനീനെയാണ്. അനി നന്ദുവിൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മനസ്സ് തുറന്നിട്ടും അവളൊന്നും സമ്മതിച്ചിട്ടില്ല ഇതുവരെ എന്ന് പറയുമ്പോൾ അവർ പറയണം, അവൾക്ക് വിഷമമുണ്ട്, അവളന്ന് നിൻ്റെ കാര്യം അറിഞ്ഞുകൊണ്ടായിരിക്കും അന്ന് തൊട്ട് അവളുടെ വിഷമം ഞങ്ങൾ ശ്രദ്ധിച്ചതെന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ പറയുവാണ്, അതുമാത്രമല്ല നിൻ്റെ കല്യാണം ഉറപ്പിച്ചല്ലോ, ചിലപ്പോൾ അതും കൂടെ കൊണ്ട് അവൾക്ക് പറയാൻ പറ്റത്തില്ലായിരിക്കും, അവളുടെ ചേച്ചിമാരുടെ കാര്യവും അറിയാം, വീട്ടിലെ അവസ്ഥ ഞങ്ങളോട് അവൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എല്ലാം കൂടെ ഓർത്തിട്ടായിരിക്കും ഒരുപക്ഷെ അവൾ വേണ്ടെന്ന് വെക്കുന്നതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ഇനി പറയുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ടി വന്നാലും അവൾ സമ്മതിക്കുകയാണെങ്കിൽ രജിസ്റ്റർ വിവാഹം നടത്താൻ തന്നെ ഞാൻ തീരുമാനിക്കുന്നത്, ഞാൻ നന്ദുവിനെ ഒന്ന് വിളിച്ച് നന്ദുവിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോരുവാണ് കേട്ടോ. എന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് എത്തുമ്പം നന്ദുവിനോട് പറയുവാണ്, നന്ദു ഒരു തീരുമാനം പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ നന്ദു നയന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുവാണ് കേട്ടോ. എന്നിട്ട് ആകെ വിഷമിച്ചിട്ട് നന്ദു പറയുകയാണ്, ഞാൻ ഒരിക്കലും അനിയെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ടിരിക്കുന്നത്, എനിക്കങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നിയപ്പോൾ എനിക്ക് വിഷമം വന്നതാണ്, ആ വിഷമമാണ് എൻ്റെ കൂട്ടുകാർ പോലും തെറ്റിദ്ധരിച്ചതെന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എനിക്ക് അനിയെ ഒരിക്കലും നഷ്ടപ്പെടുത്തണമെന്നില്ല, ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് എനിക്കെന്നും അനിയുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ എല്ലാം മറന്ന് നല്ലൊരു ജീവിതം അനാമികയോട് ജീവിക്കാൻ വേണ്ടി റെഡിയാവുക, അനാമികയാണ് ഭാര്യ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ജീവിക്കാൻ നോക്കുക, അല്ലാതെ എൻ്റെ പുറകെ നടന്ന് വെറുതെ സമയം കളയരുതിനി, അതെനിക്കും വിഷമാവുകയാണ്. അതുമാത്രമല്ല, ഇത് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ നയനേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ സംശയമാവുകയാണ്, എനിക്ക് ആരുടെ മുമ്പിൽ ഉത്തരം പറയാൻ പറ്റില്ല, നിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇത്ര നാളും മിണ്ടാതിരുന്നേ, പക്ഷേ ഇനിയിപ്പോൾ ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ തെറ്റിദ്ധാരണകളിലേക്ക് എത്തുന്നതെന്ന് കള്ളം പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന മൂർത്തി മുത്തശ്ശൻ ആദർശനോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ആദർശം അറിയാം, അവളുടെ വീട്ടിൽ പോയിട്ടില്ല, ഞാൻ വിളിച്ചുകൊണ്ട് വന്നേ പിന്നെ അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്, ഞാനായിട്ട് അവളെ ഒന്നും വേദനിപ്പിച്ചിട്ടൊന്നുമില്ല, ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മൂർത്തി പറയുന്നുണ്ട്, നീ വിളിച്ചുകൊണ്ട് വന്നതിൽ എന്താ തെറ്റ്, നിൻ്റെ സ്വന്തം ഭാര്യയല്ലേ, ഒരു ചന്ദ്രനും ഒരു സൂര്യനും പെണ്ണിന് മുകളിലാന്നുള്ള ചിന്ത പാടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശ, ഞാനങ്ങനെ അവളെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, ഞാൻ അവൾക്ക് വേണ്ട വാല്യൂ മൂല്യങ്ങളൊക്കെ കൊടുത്ത് റെസ്പെക്റ്റോടുകൂടി തന്നെ ഇവിടെ നിർത്തുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയും, നീ ഒരു കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ മാത്രം പരാജയമായിപ്പോയി, അതിൻ്റെ ഭാര്യ മാറ്റി പറയണം മോനെ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് ഗോവിന്ദൻ നോക്കിയിരിക്കുന്ന സമയത്ത് നന്ദു വീട്ടിൽ വരുവാണ്. നന്ദുവിൻ്റെ മുഖം കാണുമ്പോൾ ചോദിക്കും, എന്തിനാ മോളെ നയന വിളിച്ചത്, നയന എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്ത് നന്ദു പറയുകയാണ്, അത് അച്ഛൻ നയനേച്ചിയോട് തന്നെ ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞ് വിഷമിച്ച് മുറി പോവാണ്. ഇത് കണ്ട് ഗോവിന്ദൻ മുറി ചെന്ന് നോക്കുമ്പോഴേക്കും നന്ദു കട്ടിലേ കിടന്ന് പൊട്ടിക്കരയുവാണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും ഗോവിന്ദനും ആകെ വിഷമമാവുകയാണ്. പക്ഷെ ഗോവിന്ദനൊന്നും ചോദിക്കാണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. നന്ദു അവിടെ കിടന്ന് പിന്നെയും കരയുവാണ്. ആ സമയത്ത് അനി വീട്ടിൽ വന്നിട്ട് അനി ഇങ്ങനെ നന്ദു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുവാണ്. പിന്നെ കാണിക്കുന്ന ആദർശ പൂജാമുറി ചെന്നിട്ട് ഭഗവാനോട് പറയുക, ഭഗവാനെ നീ കാരണമാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും ഇന്ന് വിവാഹം കഴിച്ച് ഇങ്ങനെ ആയതുപോലും, എനിക്ക് അവളോട് സ്നേഹമുണ്ട്, അവളോട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എനിക്ക് വിഷമമുണ്ടെന്നു, പക്ഷേ എനിക്കത് എന്തോ തുറന്നു പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരത്തെ വിടുവാണ് കേട്ടോ. ഏത്തം ഇട്ട് വെള്ളോട്ടിറങ്ങി വരുമ്പോൾ ആദർശിനെ ദേവയാനി കാണുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഏത്തം ഇടുന്നത്, നീ വല്ലോ തെറ്റും ചെയ്തോ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് ആദർശ് പയ്യെ പറയുന്നുണ്ട്, അതല്ലമ്മേ, അമ്മേനെ ഈരായിട്ട് കുറേ തവണ വിഷമിപ്പിക്കേണ്ടി വന്നല്ലോ, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ദേവയാനിക്ക് ചെറുതായിട്ട് സന്തോഷമൊക്കെ വരുവാണ്. എന്നിട്ട് പറയാം, നീ വേദനിപ്പിക്കുന്നുണ്ട്, നീ എന്നോട് പോലും ചോദിക്കാണ്ടല്ലേ അവളെ കൂട്ടിക്കൊണ്ട് വന്നേ, അതൊക്കെ എനിക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അവളിപ്പോൾ എന്നോട് പോലും പറയാണ്ടാ പോയത്, മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളതുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് വരും എന്നുള്ള അഹങ്കാരത്തിന്, എന്തായാലും ഞാൻ വിളിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ദേവയാനി മനസ്സിൽ ചിന്തിക്കും, എൻ്റെ പൊന്നെ പണി പാളിയോ, ഇനി പണിയെല്ലാം ഞാൻ എടുക്കേണ്ട വരുമോയെന്ന്. അപ്പം ദേവയാനി എന്നാലും പറയുന്നുണ്ട്, വിളിക്കണ്ട, അവളുടെ അഹങ്കാരം കൊണ്ടാണ് അവളിങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ആദർശ് പറയുകയാണ്, ഞാൻ വിളിക്കുന്നില്ല, പിന്നെ അന്ന് ഇവിടുത്തെ അവസ്ഥയൊക്കെ കണ്ട് ഇത്രയും വലിയ വീടല്ലേ, അതുമാത്രമല്ല ചെറിയമ്മയ്ക്ക് ഇനിയിപ്പോൾ കല്യാണം വിളിക്കാൻ പോകേണ്ടതുകൊണ്ട് അടുക്കളപ്പണിക്കൊന്നും പറ്റത്തില്ല, പിന്നെ ജലജ എന്തോരം സഹായിക്കും എന്നുള്ളത് അമ്മയ്ക്ക് അറിയാമല്ലോ എന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് ദേവയാനി ഇങ്ങനെ വിഷമിച്ചിരുന്ന് ചിന്തിക്കുക, എൻ്റെ ദൈവം ഇനി അവളെങ്ങാനും വരാതെ പോവോ, ഇനി ഞാൻ എന്നാ ചെയ്യുമെന്ന് ഓർത്ത് എന്നെ സങ്കടപ്പെട്ട് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് സങ്കടപ്പെട്ടിരിക്കുന്ന നന്ദുവിൻ്റെ അടുത്തോട്ട് ഗോവിന്ദൻ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ട് പറയുകയാണ്, മോളെ സാരമില്ല, ഇത് കുടിക്ക്, എന്തായാലും കനക പറഞ്ഞു
നയനമോളെല്ലാം അറിഞ്ഞു എന്ന്. അപ്പോൾ അത് സംസാരിക്കാനായിരിക്കുമല്ലോ വിളിച്ചത്. മോൾ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പറയുകയാണ്, അച്ഛാ പേടിക്കണ്ട, ഞാനുമായിട്ട് ഒരു കാരണവശാലും ഇനി അനിയുടെ മനസ്സിലൊരു കരടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദൻ പറയുകയാണ്, അങ്ങനെ വേണ്ട മോളെ, 2 ചേച്ചിമാരവിടെയുണ്ട്, അവരുടെ അവസ്ഥയെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാമല്ലോ, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഇതാണ് ശരി എന്ന് പറയുമ്പം നന്ദു പറയുകയാണ്, കല്യാണം ഉറപ്പിച്ചിട്ടോ എന്താ ഇനി എൻ്റെ പുറകെ ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, സാരമില്ല, എല്ലാം വിട്ടേക്ക്, കല്യാണത്തിന് എന്തായാലും മോളും കൂടെ വരണം എന്ന് പറയുമ്പോഴേക്കും നന്ദു പറയാം, അത് മാത്രം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛാന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയമാവുമല്ലോ മോളെ, പ്രത്യേകിച്ച് അനാമികയ്ക്കും അത് സംശയമാവുമെന്ന് പറഞ്ഞാൽ അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക.